ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച കൂട്ടാണ്. ഒരു പാത്രത്തിൽ ഞാൻ ഇന്ന് രാവിലെ കലക്കി വെച്ച കൂട്ടാണ്. അതിൽ നമുക്ക് കുറച്ച് തേങ്ങ മുറിച്ചിട്ട് നെയ്യിൽ ഇട്ടു നല്ലോണം മിക്സാക്കി വെച്ചു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയ കൂട്ടിനെ കൊണ്ട് ആദ്യം ചുട്ടു നോക്കാം. കാരയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളൊരു സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് വരും. തേങ്ങ വറക്കുന്നതും നെയ്യിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് വരും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഒഴിച്ച ഉണ്ണിയപ്പമാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവർക്കും സംശയമാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ചുട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലവർ പറയുന്നത്. ഒന്നും കൂടെ ഒഴിച്ച് നോക്കാം നമുക്ക്. ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച കൂട്ടിൽ ചുട്ട ഉണ്ണിയപ്പാണത്. ഇനി നമുക്ക് ഇന്ന് രാവിലെ കലക്കി വെച്ചത് ചുട്ട് നോക്കാം. ജലദോഷമുള്ളത് കൊണ്ട് സൗണ്ട് ക്ലിയർ ആകുന്നില്ല. ഇതാ അതും നല്ല സോഫ്റ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ സംശയമൊന്നും വേണ്ട. കുറച്ചും കൂടെ ഒരു സോഫ്റ്റായി കിട്ടുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ചുട്ട് ഉണ്ണിയപ്പം തന്നെയാണ്. രണ്ടും ഒരുപോലെ തന്നെ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ഒരു കുഞ്ഞു സൂത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സൂത്രം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് കൂട്ട് കലക്കിയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിൻ്റെ ശേഷം നമ്മൾ ചുട്ടാൽ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞ സൂത്രം. അപ്പോൾ അതിന് ഒരുപാട് കമൻസ് വന്നു. നല്ലതുകൊണ്ട് മോശമുണ്ട്. അപ്പോൾ കമൻസ് നമുക്ക് ഇഷ്ടം തന്നെ. കമൻസ് ഇടുന്നത് ഇഷ്ടമല്ല. അത് കണ്ടു കഴിഞ്ഞാലാണല്ലോ നമുക്ക് അതിലുള്ള തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരുത്താൻ പറ്റും. പക്ഷേങ്കിൽ ഈ ഉണ്ണിയപ്പം സാധാരണ നമ്മൾ കഴിച്ച് നോക്കിയാലാണ് നമുക്ക് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെയെല്ലാം ടേസ്റ്റ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കഴിച്ച് നോക്കണം. ഒന്നെടുത്ത് കഴിച്ച് നോക്കിയാൽ. അല്ലാണ്ട് ഇത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു രസത്തിന് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ട് ചുട്ടാൽ ഒരുപാട് എണ്ണ കുടിക്കുന്ന ഒരാളെ കമൻറ്റ്. പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചുടുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എണ്ണ കുടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ പൊങ്ങി വരില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചുട്ടാൽ പൊങ്ങി വരില്ല. നന്നായിട്ട് പൊങ്ങി വരും. അതാണ് അതിൻ്റെ മറുപടി. പൊങ്ങി വരും. നല്ല സോഫ്റ്റായിരിക്കും. ഇതെല്ലാമാണ് ഓരോരുത്തരുടെ കമൻറ്റ്. ആ കമൻറ്റുകൾക്ക് അത് അവർക്ക് കണ്ടിട്ട് ആ സംശയം തീർത്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ ഒരു ദിവസം മുമ്പ് കൂട്ട് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് തണുപ്പ് മാറിയതും രാവിലെ കലക്കി വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടതുമായ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇട്ടത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, അത് തെറ്റിദ്ധാരണയായിരിക്കാം ചില കൂട്ടർക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചുട്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ തണുപ്പ് മാറിയിട്ട് ചുടണം. ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത വാഴ എടുത്തിട്ട് കാരയിൽ ഒഴിച്ചാൽ ഒരിക്കലും അപ്പം പൊങ്ങി വരില്ല, സോഫ്റ്റും ആവില്ല. കാരണം നല്ല മരം പോലെ ഇരിക്കും ആ തണുപ്പോടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരാൾക്ക് എന്താണെന്ന് സംശയം എന്ന് വെച്ചാൽ, ഫ്രിഡ്ജ് ഇല്ലാത്ത കാലത്തോന്നും ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചുട്ടാലേ അപ്പം നന്നാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടേ ഉള്ളവർ അവരെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇപ്പോൾ. പക്ഷേങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരനുഭവം വന്നു കഴിഞ്ഞാൽ അതാണ് മറ്റുള്ള കൂട്ടർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പം ഇത്തരത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? പറയുന്നവർ പറഞ്ഞോട്ട്. അതിലൊന്നും എനിക്കൊരു വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്. ആ ഒരു തെറ്റിദ്ധാരണ നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിന്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം.
എന്നിട്ട് ആ 2 തരത്തിലുള്ള ഉണ്ണിയപ്പവും പൊങ്ങി വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. എന്നിട്ട് കമൻ്റ് ഇടുക. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ബെല്ലം എന്ന് പറയും ശർക്കരക്ക്. നമ്മൾ ശർക്കര എന്ന് അങ്ങനെ നീട്ടി വലിച്ച് പറയാനൊന്നും നിൽക്കില്ല. നമ്മൾ കണ്ണൂർ ബെല്ലം തന്നെയാണ് അധികവും പറയുന്നത്. പിന്നെ ചിലവർ പറയും നമ്മളെല്ലാം ശർക്കര എന്നാണ് പറയലെന്ന്. പക്ഷേ ഞാൻ പണ്ട് മുതൽക്കേ കേട്ടിട്ടുള്ളത് ബെല്ലം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പരിഹസിച്ചിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ട്, ഈ ബെല്ലം ഏകദേശം 1 കിലോ ബെല്ലം എന്ന് പറയുന്നത് എത്ര കിലോ ഉണ്ടാവുമെന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് തമാശയായിട്ടായിരിക്കും എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ തമാശ രൂപത്തിൽ തന്നെ മറുപടി ഇട്ടിട്ടുണ്ട്. ഏകദേശം 1 കിലോ ബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ ഉണ്ടാവും. അത് ഞാനൊരു രസമായിട്ട് ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ കുറേ കമൻസുകൾ എനിക്ക് ഒരു രസമായിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഇനിയും കമൻസുകൾ ഇടണം. അതാണ് എൻ്റെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു.